ഓണക്കാലമായതോടെ ലഹരി വസ്തുക്കളുടെ വ്യാപനം വർദ്ധിച്ചതായി എക്സൈസ് പോലീസ് റിപ്പോർട്ടുകൾ. ലഹരി വ്യാപനം തടയാൻ നടത്തിയ പരിശോധനകളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി പേർ പിടിയിലായി. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും വേദനാസംഹാരികളായി ഉപയോഗിക്കുന്ന ഗുളികയുമാണ് ഇവരിൽ നിന്നുമൊക്കെ കണ്ടെത്തിയത്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ഓണക്കാലത്ത് ലഹരി വ്യാപനം തടയാൻ നടത്തിയ സംയുക്ത പരിശോധനകളിലാണ് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചായിരുന്നു എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധനകൾ നടക്കുന്നത്. വ്യാജമദ്യം, മയക്കുമരുന്ന്, ഇതര ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപഭോഗവും വിപണനവും തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ജില്ലകൾ തോറും കർശന പരിശോധനകൾ തുടരുകയാണ്. ലഹരി ഉപയോഗം തടയാൻ 24 മണിക്കൂറും താലൂക്ക് തല കൺട്രോൾ റൂമും സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുമുണ്ട്. സെപ്റ്റംബർ 8 വരെയാണ് എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക പരിശോധന. അന്തർ സംസ്ഥാന വാഹന പരിശോധന പോലീസ്, വനം, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി നടത്തിവരുന്നു. കൊല്ലത്ത് ആര്യങ്കാവ്, അച്ചൻകോവിൽ ചെക്ക് പോസ്റ്റുകളിലും നിരന്തര പരിശോധന തുടരുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിക്കുന്നത്. ട്രെയിൻ സർവീസ് ഉൾപ്പെടെ അന്യസംസ്ഥാന ഗതാഗത സർവീസുകളെയെല്ലാം പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. കൊറിയർ, പാർസൽ വിതരണ കേന്ദ്രങ്ങൾ, രാത്രി വൈകി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ, തെരുവോര കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും റെയ്ഡുകൾ നടത്തുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓണാഘോഷങ്ങൾ എന്നിവയും പ്രത്യേകം നിരീക്ഷിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ആഘോഷങ്ങൾക്ക് ലഹരി കൂടിയേ തീരൂ എന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ നടത്തിയതുകൊണ്ട് മാത്രം ലഹരി വ്യാപനം തടയാൻ കഴിയില്ല. യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തവണ കൂടുതൽ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും പരിശോധനകളുമാണ് നടത്തിവരുന്നതെന്ന് കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൌഷാദ് പറഞ്ഞു. ഇതൊരു ആഘോഷത്തിന്റെ സമയമാണ്. അത് ഒരുപക്ഷെ യുവാക്കൾ അവർക്ക് അവരുടെ ഒരു തോന്നൽ ഇതുണ്ടെങ്കിലേ ആഘോഷങ്ങൾ പൂർണ്ണമാകൂ എന്നുള്ള ഒരു തോന്നലിലായിരിക്കണം ഈ ലഹരി വസ്തുക്കൾ ഇത്രയധികം ഓണസമയത്ത് എത്തിച്ചേരുന്നത്. കേരളീയരെ ഒന്നടങ്കം ആഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓണസമയമാകുമ്പോൾ. അതിൽ ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഒരുവിധമൊക്കെ ബോധവൽക്കരണത്തിലൂടെ അതിന് സാധ്യമാവുന്നുണ്ട്. എങ്കിലും കുറേ പേരൊക്കെ ലഹരി പാർട്ടികൾ തന്നെ നടത്താൻ ശ്രമിക്കുന്നു. നമ്മൾ അറിയുന്നിടത്തോളം അതിനെ തടയുവാനാണ് ശ്രമിക്കുന്നത്. വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് നൽകും. സുധീഷ്, ഓണക്കാലമാണ്. വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഓണം ലക്ഷ്യമിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാസലഹരി അടക്കം കേരളത്തിലേക്ക് എത്തുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും ജാഗ്രതയോടെ പരിശോധനകൾ തുടരുകയാണ്. എന്നാൽ ഇതൊക്കെ ഈ ഓണക്കാലത്തെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയൊക്കെ നിലനിൽക്കുന്നു. സുധീഷ്, ഓണാഘോഷങ്ങൾക്കിടയിൽ വ്യാജ മദ്യദുരന്തം നടന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. എന്നാൽ ഇന്ന് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികളുടെ കടന്നുവരവ്. ഇത് കൂടുതലായി ജില്ലയിൽ വ്യാപിക്കുന്നു എന്നുള്ള കണക്കുകളാണ് എക്സൈസും പോലീസും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തുവിടുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ MDMAയും ഹൈബ്രിഡ് കഞ്ചാവും ഉൾപ്പെടെയുള്ള രാസലഹരി പദാർത്ഥങ്ങൾക്ക് ഉൾപ്പെടെ നിരവധി പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും എക്സൈസ് ഇത്തരത്തിൽ നിരവധി കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇത് പ്രധാനമായും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലുമാണ് ഇത്തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു എന്നുള്ള കണക്കുകളും എക്സൈസ് വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഒരു കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഓണാഘോഷം അടുക്കുമ്പോൾ കൂടി വരുന്നതായുള്ള കണക്കുകളാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പേടിയിലാണ് എക്സൈസും പോലീസും ഒക്കെ ഉള്ളത്. പോലീസിൻ്റെതാണെങ്കിൽ ഡാൻസ് ഓഫ് ടീം, അവർ പ്രത്യേകം രൂപീകരിച്ച ഡാൻസ് ഓഫ് ടീം ആണ് ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉൾപ്പെടെ പരിശോധനകൾക്ക്, അതിൻ്റെ വ്യാപനം തടയുന്നതിനും ഉപയോഗം തടയുന്നതിനുമുള്ള പരിശോധനകൾക്കായി മുന്നിട്ട് നിൽക്കുന്നത്. എക്സൈസ് വകുപ്പും പ്രത്യേക പരിശോധനകളുമായി മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ഇവർക്കൊക്കെ പ്രധാന തലവേദനയാകുന്നത് ഇതിൻ്റെ കച്ചവട രീതികളാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവുകളും അല്ലെങ്കിൽ രാസലഹരിയായ MDMAയും മറ്റ് ഗുളികകളും, അതായത് വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഗുളികകളും മറ്റും ഒക്കെ തന്നെ ഇവർ കച്ചവടം നടത്തുന്നത് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെയും പുതിയ പുതിയ രീതികളിലൂടെയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സൈസിനോ അല്ലെങ്കിൽ പോലീസിനോ മറ്റ് അന്വേഷണ വിഭാഗങ്ങൾക്കോ ഇത് തടയുന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു പരിമിതിയുണ്ട്. ഈ ലഹരി വ്യാപനം അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ജില്ലയിൽ നടക്കുന്നുണ്ട്, സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല. ഈ ഓണാഘോഷങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി കണ്ടെത്തുന്നു അല്ലെങ്കിൽ കൂടുതലായി പിടികൂടുന്നു. ആ ഒരു പേടിയിലാണ് കൊല്ലം ജില്ല ഉൾപ്പെടെ. ശരി, വാർത്തയുടെ വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്.